കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റത്താവണി പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങളെ മണിമുറ്റത്താവണി പന്തൽ പാടി. ശരിയാ, മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു? മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലേ ഞങ്ങൾ കള്ളിപ്പെണ്ണെ പാടിക്കൊടുക്കുമായിരുന്നു. എന്തേ വിടാതിരുന്നേ? വിട്ടുകൂടായിരുന്നോ? ബിന്ദുമന്ത്രി വരുന്നില്ലായിരുന്നോ? ഞങ്ങൾ പറയുമായിരുന്നു തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെന്ന് പാടുമായിരുന്നു. ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോൾ ഞങ്ങൾ അന്തസ്സോടുകൂടി പാടി. ഇനിയും പാടും. ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ഇങ്ങോട്ട് വരാൻ പറ. മാത്രമല്ല എല്ലാ ഇടതുവിരുദ്ധ ശക്തികളും കൂടി മഴവിൽ മുന്നണി രൂപീകരിച്ചുകൊണ്ട് അവിടെ ആ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ, ഞങ്ങൾ പാടി കേൾപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം. ഞങ്ങൾക്ക് നട്ടെല്ലുണ്ട്. നട്ടെല്ലുള്ളതുകൊണ്ടാണ് ഈ 41 ദിവസം ഈ നിരാഹാരം കിടക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ കിടക്കോ? എന്തേ ഈ 41 ദിവസം ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ. എന്തേ ഇവിടെ ഈ കാലിന്റെ ചോട്ടിലൊന്നും വന്ന് നോക്കാതിരുന്നേ? അപഹസിച്ച് പറയാനേ ഈ മന്ത്രിക്ക് അറിയാവൂ. മന്ത്രിയെ പഠിപ്പിച്ച സാറല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ സംസ്കാരമല്ല ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി ഒന്നും പറയാനില്ല. ഞങ്ങൾ മറുപടി പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ അതിരുകടന്ന് പറയിക്കാൻ ഇടയാക്കാതിരിക്കാൻ പറ മന്ത്രിയോട്. ബഹുമാനപ്പെട്ട മന്ത്രി, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് സംഭവിക്കാനില്ല കേട്ടോ. ഞങ്ങളിവിടെ 3 ദിവസം ഞങ്ങളുടെ മക്കൾ ഇവിടെ നിരാഹാരം കിടക്കുക. ഈ അവസരത്തിൽ ഞങ്ങളെ ഭദ്രകാളിയാക്കാതെ ഇരിക്കവിടെ.